ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ മാളൂസേ രാവിലെ തന്നെ? ഒന്നുമില്ല അങ്കിൾ, ഞാൻ വെറുതെ വന്നതാ. എന്താ അങ്കിളെ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നെ? എന്തു പറ്റി? ഞങ്ങള് ഇന്നലത്തെ കാര്യം സംസാരിക്കായിരുന്നു മാളു. അത് പോട്ടെ ആന്റി, അത് ഇവളുടെ ഒരു തമാശയായിട്ട് കൂട്ടിയാ മതി അല്ലേ അപ്പൂസേ? ഇനി ഇവളിതുപോലെ ഒന്നും ചെയ്യില്ല, ഞാൻ ഗ്യാരണ്ടി. മാളു എന്താ വന്നത്? ഒന്നുമില്ലെന്നേ. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലേ എനിക്കിവിടെ വരാവുന്നുണ്ടോ? അതല്ല മോളെ, അപ്പുവുമായിട്ടുള്ള കൂട്ട് നിന്നെയും കൂടെ ചീത്താക്കുമെന്ന് അവിടെ എല്ലാവർക്കും പേടിയുണ്ട്. അവരുടെ പേടിയിൽ കാര്യമുണ്ടെന്ന് ഇപ്പൊ ഇവളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സമ്മതിച്ചു, അപ്പുവിന്റെ കൂട്ടുകൂടി ഞാൻ ചീത്തയാവുന്നില്ല. പക്ഷെ എന്റെ കൂട്ടുകൂടി ഇവൾക്ക് നന്നാവാല്ലോ. എന്താ സാറേ, അത് പറ്റില്ലേ? അതെ, ഞങ്ങളൊന്ന് പുറത്തു പോവാ. എവിടെ? ആദ്യം പോയി അപ്പുന്റെ ബുള്ളറ്റ് എടുക്കണം. പിന്നെ ഒന്ന് രണ്ടിടത്ത് പോവാനുണ്ട്. നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ വേഗം റെഡിയാവ്. മാളു, ആന്റി പേടിക്കണ്ട, അപ്പുന്റെ ഒപ്പം പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. വാ. അപ്പോ ഇതുവരെ നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, അനുസരിച്ചു. ഇനി എനിക്കറിയേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ഉദ്ദേശം എന്താണെന്നാ. നീ നോക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറയുന്നത്. ഇന്നലെ നീ കാണിച്ചു കൂട്ടിയത് വല്ലത് ഓർമ്മയുണ്ടോ നിനക്ക്? കണ്ട റൗഡികളുടെ കൂടെ കൂട്ടും കൂടി കള്ളും കുടിച്ച് ബോധവും കെട്ട്. എന്താ അപ്പോ നീ ഇങ്ങനെ? ആരോടുള്ള വാശി തീർക്കുക നീ? അപ്പോ ഇപ്പൊ തന്നെ ക്യാമ്പസിൽ നീ ടീച്ചേഴ്സിന്റെ അടക്കം പലരുടെയും ബ്ലാക്ക് ലിസ്റ്റിലാണ്. അതിന്റെ കൂടെ ഇതും കൂടി അവരറിഞ്ഞാലോ? നിന്റെ കരിയറും ഫ്യൂച്ചറും എല്ലാം അതോടുകൂടി തീർന്നില്ലേ? അതിനെക്കുറിച്ച് എന്താ നീ ആലോചിക്കാത്തെ? Go to hell. I just don't care. കരിയറും ഫ്യൂച്ചറും എനിക്ക് പ്രശ്നമല്ലെങ്കിലോ? അതിനേക്കാളൊക്കെ എന്നെ അലട്ടുന്ന പ്രശ്നം വേറെയുണ്ട്. എന്നെ ശാരീരികവും മാനസികവുമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ജെൻഡറാണ് എന്റെ പ്രശ്നം. എനിക്കിപ്പോ ഇല്ലാത്തതും അതാണ്. അതിനൊരു പരിഹാരം കാണട്ടെ ആദ്യം, എന്നിട്ട് മതി ബാക്കിയൊക്കെ. അറിയില്ല, ഞാൻ അനുഭവിക്കുന്ന പെയിൻ ഒരാൾക്ക് പോലും അറിയില്ല മാളു. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ നീ കൂടെ ഇല്ലെന്ന് വരുമ്പോ ഭ്രാന്താവോ എനിക്ക്? എനിക്കറിയാം ഇന്നലെ ഞാൻ ചെയ്തത് എല്ലാവരെയും എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും ഞാനത് ചെയ്തു, മനഃപൂർവ്വം. അതൊരു ഒളിച്ചോട്ടായിരുന്നു. എന്നിൽ നിന്നും ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ തോറ്റുപോയി മാളു. എനിക്കിനി ഒരിക്കലും നിങ്ങളുടെ പഴയ അപ്പുവാൻ പറ്റില്ല. നോ, നിന്നെ ഞങ്ങൾക്ക് വേണം, എന്റെ പഴയ അപ്പുവായിട്ട് തന്നെ. അതിന് നീ കൂടി മനസ്സ് വെച്ചേ പറ്റൂ. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച ഞാൻ മടുത്തു മാളു. ഇപ്പൊ നിങ്ങളും എനിക്ക് ചുറ്റും അഭിനയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? പഴയതുപോലെ ആത്മാർത്ഥമായി നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നോണ്ടാണ് അപ്പോ ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. നോക്കപ്പോ, എന്റെ മനസ്സിൽ നിനക്കുള്ള സ്പേസ് അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. മറ്റാർക്കും അത് ക്ലെയിം ചെയ്യാനാകില്ല.
ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്ത് തന്നതുപോലെ നീ എനിക്കൊരു വാക്ക് തരണം അപ്പു. ഇനി ഒരിക്കലും ഒന്നിന്റെ പേരിലും ഇന്നലത്തെ പോലൊന്നും നീ ചെയ്യില്ലെന്നും ഇനി ഒരിക്കലും സ്വയം നശിക്കാൻ ഒരുങ്ങില്ലെന്നും പറ്റുമോ? നീ എനിക്ക് തന്ന വാക്ക ഓർമ്മ വേണം. നിന്നൊന്ന് നേരെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോണം. എവിടെ? അത് നീ ഇപ്പൊ അറിയണ്ട. വാ പോ. എത്രയായി? 110. മീറ്ററിൽ അത്രയും കാണിക്കുന്നില്ലല്ലോ കൊച്ചനെ. ഇപ്പോഴത്തെ എണ്ണ വിലയ്ക്ക് മീറ്റർ കാശ് മുതലാവില്ല മച്ചി. എന്നാ ഇത് മതി. അല്ല അത് വയ്ക്കോ അത് മതി. ഓ, വീട്ടുകാരൻ വന്നാലും വിരുന്നുകാരൻ വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ അവസ്ഥ. പേഴ്സിലിരിക്കുന്ന കാശ് പിടിച്ചു പറിക്കാൻ 100 ന്യായങ്ങളാ. ഹോ, അമ്മയാണോ ഇപ്പൊ ഓട്ടോയിൽ വന്നത്? അതെ. അമ്മ ഇത് ആരോടും പറയാതെ എവിടെ പോയതാ? ഞാൻ അമ്പലത്തിൽ പോവാണെന്ന് നിന്നോടും മുരളിയോടും പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അമ്പലത്തിൽ പോയി വരാൻ ഇത്ര നേരോ? അതുമല്ല, അമ്മ സാധാരണ നടന്നല്ലേ പോവാറ്. ഇതെന്താ ഇപ്പൊ ഒരു ഓട്ടോ സവാരി? നീ പറഞ്ഞത് നേരെ. ഇന്ന് ഞാൻ വേറെ 1-2 സ്ഥലത്തൂടെ പോയിട്ടാ വരുന്നത്. അതെവിടെയാ? സതീശേച്ചിയുടെ വീട്ടിലോ? അവിടൊന്നും അല്ലെന്നേ, ഇത് വേറൊരാവശ്യത്തിന് പോയതാ. ഓട്ടോ കാശ് ഇമ്മിണി ചെലവായാലും പോയ കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടന്നു. അല്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ മംഗളമായിട്ട് നടക്കാൻ വേണ്ടിയാണല്ലോ കൃഷ്ണഭഗവാൻ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചത്. എന്റെ അമ്മേ, ഇങ്ങനെ വാലും തലയില്ലാതെ പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവില്ല. എവിടെ പോയതാ, ആരെ കണ്ടതാന്നൊന്ന് തെളിച്ചു പറ. പറയാൻ പെണ്ണേ, നീ ഇങ്ങനെ ധൃതി വെക്കാതെ. അല്ല, മുരളി എവിടെ? മുരളിയേട്ടൻ സൈറ്റിലാ, ഇനി ഉണ്ണാനേ വരൂ. എന്നാ അവനും കൂടെ വന്നിട്ട് പറയാം. അവിടെ വലിയ അത്യാവശ്യമൊന്നുമില്ലെങ്കിലേ നീ അവനെ വിളിച്ചിട്ട് നേരത്തെ വരാൻ പറ. അവനൂടെ വന്നിട്ട് വേണം നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ഇങ്ങനെ സസ്പെൻസ് ഒന്നും ഇടാതെ കാര്യം പറയാമ്മേ. ഞാൻ അത് നേരത്തെ അറിഞ്ഞൂന്ന് വെച്ചൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ട്. നീയുമായിട്ട് ഇപ്പൊ ഈ കാര്യം സംസാരിച്ചാലേ നമ്മൾ തമ്മിൽ അടിയാവും. ഓ, അതുകൊണ്ടാ മുരളിയും കൂടെ വന്നിട്ടാകാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ എനിക്ക് കേക്കണ്ട, മരുമോനോട് മാത്രമായിട്ട് പറഞ്ഞാ മതി. എന്റെ കൃഷ്ണ, മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എല്ലാം മംഗളമാക്കി തരണേ ഭഗവാനെ. ഓക്കെ, അപ്പൊ അതാണ് കേസ്. അപൂർവ അല്ലേ? നൈസ് നെയിം. അപ്പൂന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? യെസ്. എല്ലാരും അങ്ങനെ വിളിക്കുന്നതാണോ ഇഷ്ടം, അതോ അത്രയ്ക്ക് അടുപ്പമുള്ളവർ മാത്രം അങ്ങനെ വിളിച്ച് കേൾക്കാനാണോ ഇഷ്ടം? അടുപ്പമുള്ളവരെ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോ എനിക്കും അങ്ങനെ വിളിക്കാം അല്ലേ? എന്താ, നമ്മൾ തമ്മിലിപ്പോ നല്ല ഫ്രണ്ട്സ് ആയില്ലേ? എന്താ തോന്നില്ലേ അങ്ങനെ? യെസ് ഡോക്ടർ. ഓക്കെ, ഞാൻ ഇനി അപ്പുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കും. വലിയ ഗൗരവമുള്ള ചോദ്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇൻസ്റ്റന്റ് ആയി മറുപടി പറയണം. ഒരുപാട് ആലോചിക്കാനുള്ള സമയമൊന്നും എടുക്കരുത്. ഓക്കെ? അപ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? പ്ലീസ് കമോൺ. അങ്ങനെ പ്രത്യേകിച്ചൊരു നിറത്തോടും ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. എങ്കിലും ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമാണ്. ഓ, ഗ്രേ ഷെയ്ഡ്സ്, ഗ്രേറ്റ്. ഇഷ്ടപ്പെട്ട ഫ്ലവർ? ഓർക്കിഡ്. ഇഷ്ടപ്പെട്ട ടൈം? ഐ മീൻ ഡേ ഓർ നൈറ്റ്? നൈറ്റ്. നൈറ്റ്. കുഞ്ഞുനാളിൽ ഉപയോഗിച്ച കളിപ്പാട്ടങ്ങളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഏതിനോടാണെന്ന് ഓർമ്മയുണ്ടോ? യെസ്, ഒരു ടോയ് ജീപ്പ്. അതിന്റെ കളർ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, മിലിറ്ററി ഗ്രീൻ. ഓ, നല്ല ഓർമ്മശക്തിയാണല്ലോ തനിക്ക്. ഗുഡ്. ഇതുവരെയുള്ള ജീവിതത്തിൽ അപ്പുവിന് ഏറ്റവും ഇഷ്ടം തോന്നിയ വ്യക്തി ആരാണ്? മാളവിക മുരളീധരൻ. ഓ, ഇറ്റ്സ് യു, റൈറ്റ്? അതെ ഡോക്ടർ. ഓക്കെ, മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പുവിന് തൻ്റെ ഉള്ളിൽ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത് എപ്പം മുതലാണ്?
എക്സാക്ട് ഡേറ്റ് വേണമെന്നില്ല. ആ, ഏത് വയസ്സിലാണെന്ന് പറഞ്ഞാൽ മതി. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഓ, ഞാനിന്ന് ഫ്രണ്ട്സുമായി ഗ്രൗണ്ടിൽ ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു ആൺകുട്ടിയാണെന്ന് തോന്നിയത്. എന്തായിരുന്നു അങ്ങനെ തോന്നാൻ കാരണം? അറിയില്ല, പക്ഷെ അന്ന് ആ മാച്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്തത് ഞാനായിരുന്നു. റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ ആ മാച്ചിലൂടെയാണ് ഒരാൺകുട്ടിയുടെ കരുത്തും മിടുക്കും തന്നിലുണ്ടെന്ന് അപ്പൂന് തോന്നിയത് അല്ലേ? ആയിരിക്കാം. ആ തോന്നൽ അപ്പൂനോടൊപ്പം വളർന്നുകൊണ്ടേയിരുന്നു. ക്രമേണ ആ തോന്നൽ മാറി പകരം താനൊരു ആൺകുട്ടി തന്നെയാണെന്ന് അപ്പു സ്വയം വിശ്വസിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആൺകുട്ടിയായി ജീവിക്കാൻ തയ്യാറെടുത്തു തുടങ്ങി. റൈറ്റ്? പക്ഷെ അപ്പോഴും അത് അപ്പൂന്റെ മാത്രം വിശ്വാസമായിരുന്നു. യാഥാർത്ഥ്യം അതല്ല, ശരിയല്ലേ? നോക്കൂ, ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരാൾ ഫേക്കാണെന്ന് തിരിച്ചറിയുന്നിടം വരെ അയാൾ ജെനുവിനാണെന്ന് വിശ്വസിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അയാൾ സത്യസന്ധനാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയാണോ? അയാളിലെ തട്ടിപ്പുകാരനും നമ്മൾ അയാളിൽ കാണാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധനും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പുന് മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ സൂസൻ ജേക്കബിന്റെ പരിശോധനയിൽ അപ്പു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്ത്രീയാണ്. ബയോളജിക്കലി ഒരു ഡിസോർഡറും ഇല്ലാത്ത, പ്രസവിക്കാൻ ശേഷിയുള്ള ഒരു പെർഫെക്റ്റ് വുമൺ. എന്നിട്ടും അപ്പു ഒരു മാൻ ഡിസ്ഗൈസ്ഡ് വിമൺ ആണെന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്നു. സോറി, അതെന്റെ തെറ്റിദ്ധാരണയാണെന്ന് ഡോക്ടർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാണിന്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്ത് തെറ്റ്? ഒരാൾ അയാൾ ജനിക്കുന്ന ജെൻഡറിൽ തന്നെ ജീവിച്ചു കൊള്ളണമെന്ന് ഒരു നിയമവുമില്ല. ഒരാളുടെ ജെൻഡർ അയാളുടെ ചോയ്സ് തന്നെയാണ്. സോഷ്യലി അത് അക്സെപ്റ്റബിൾ തന്നെയാണിപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജീവിതം മെന്റലി ആൻഡ് ഫിസിക്കലി നമുക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. കുട്ടിക്കാലത്ത് കൂട്ടുകാർക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ മെയ്ക്കരുത്ത് കണ്ട് കൗതുകം തോന്നിയ ഒരു കുസൃതിക്കാറ്റ് അവളുടെ കാതിൽ പറഞ്ഞ കളവാണ് നീ ഒരാൺകുട്ടിയാണെന്നുള്ളത്. ആ സത്യം തിരിച്ചറിയുന്നിടത്ത് അപ്പൂന്റെ പ്രശ്നങ്ങൾ അവസാനിക്കാനൊരു സാധ്യതയുണ്ട്. അതിനാദ്യം വേണ്ടത് താൻ ബയോളജിക്കലി പെർഫെക്റ്റായ ഒരു സ്ത്രീയാണെന്ന സത്യത്തെ അംഗീകരിക്കലാണ്. ഒരു നിലക്കണ്ണാടിക്ക് മുന്നിൽ അണിഞ്ഞൊരുങ്ങി ആത്മവിശ്വാസത്തോടെ തന്റെ പ്രതിബിംബത്തെ നോക്കിയാൽ ഇയാൾക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉള്ളിൽ പതിഞ്ഞുപോയ ഒരു ആൺമനസ്സ് അപൂർവ എന്ന സുന്ദരിയായ സ്ത്രീക്ക് മുന്നിൽ അടിയറവ് പറയുമെന്നാണ് സത്യം. പക്ഷെ അതിനാദ്യം വേണ്ടത് ഒരു മനസ്സാണ്. എന്തു പറയുന്നു? ജസ്റ്റ് ട്രൈ ഇറ്റ് അപൂർവ. തനിക്ക് ഈസിയായി അതിന് പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. ദാ, തനിക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഇങ്ങനൊരു കൂട്ടുകാരി ഉള്ളപ്പോൾ എന്തിനും മടിക്കണം? ജസ്റ്റ് ട്രൈ ഇറ്റ്. ആദ്യമൊക്കെ വഴങ്ങിത്തരാൻ മനസ്സ് വല്ലാതെ കലഹിച്ചെന്നിരിക്കും. പക്ഷെ ശ്രമം ഉപേക്ഷിക്കരുത്. ഒടുവിൽ ജയിക്കുന്നത് അപൂർവ തന്നെ ആയിരിക്കണം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് അപ്പു. വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നീ ഇതൊക്കെ ഒന്ന് വേഗം മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചേ. ആ. മുരളി, ഇങ്ങോട്ട് വന്നേ. ഉണ്ണുന്നതിനിടയിലേ ഇതുപോലുള്ള കാര്യങ്ങൾ പറയണ്ടെന്ന് കരുതിയിട്ടാ ഊണ് കഴിഞ്ഞിട്ടാകാന്ന് വെച്ചത്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. വന്ന് കേറിയ ഇടം മുതൽ മനുഷ്യനെ ഇങ്ങനെ സസ്പെൻസിൽ നിർത്താൻ തുടങ്ങിയതാ. ആദ്യം പറഞ്ഞു മുരളിയേട്ടൻ വന്നിട്ട് പറയാന്ന്. നിങ്ങൾ വന്നപ്പോ ഊണ് കഴിയട്ടേന്നായി. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു. അതെ, അങ്ങനെ ഏടുപിടിയെന്ന് പറയേണ്ട കാര്യമൊന്നും അല്ല.
മുരളി ഇങ്ങോട്ടിരുന്നേ. ദേ ഇതാ കൊച്ചന്റെ ഗ്രഹനിലയാ. ഇത് മാളുവിന്റെ അവന്റെയും ജാതകം കൈമാറലിന് കൃഷ്ണൻകുട്ടി കണിയാൻ കുറിച്ച് തന്ന നേരം കുറിപ്പടിയ. അല്ല, അതിന് അരുണിന്റെ ഗ്രഹനില അമ്മയ്ക്ക് എങ്ങനെ കിട്ടി? അതല്ലേ രസം. രാവിലെ അമ്പലത്തിൽ തൊഴുതു നിന്നപ്പോ മനസ്സിനൊരു തോന്നൽ, ഇന്നൊരു നല്ല ദിവസമായിട്ട് ആ കൊച്ചിന്റെ വീട് വരെ പോയി കാര്യങ്ങളൊക്കെ നേരിട്ടൊന്ന് ബോധ്യപ്പെട്ടാലോന്ന്. തൊഴുതിറങ്ങിയതും ആദ്യം വന്ന് ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ഞാനങ്ങ് കേറി. ഓ, ഒക്കെ ഭഗവാൻ എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് പോലായിരുന്നു. ഇത് ഭഗവാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചൊന്നും അല്ല. അമ്മ ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാ. അതുകൊണ്ടാ 2 ദിവസം മുമ്പേ മുരളിയേട്ടനെ സോപ്പിട്ട് അരുണിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വാങ്ങിയത്. ഒന്ന് പൊടി, അത് ഞാൻ വെറുതെ വാങ്ങിച്ചെന്നേ ഉള്ളൂ. സത്യമായിട്ടും ഇന്ന് അവിടെ പോകുന്ന കാര്യം എന്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. എന്നിട്ടമ്മ അരുണിന്റെ വീട്ടിൽ പോയോ? പിന്നെ പോകാതെ. ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാ പിന്നെ അത് നടത്തിയിട്ടേ ഞാൻ തിരിച്ചു വരുവുള്ളെന്ന് നിങ്ങൾക്കറിയാലോ. ഷേ, അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവരാരും ക്ഷണിക്കാതെ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലാൻ. അയ്യേ, നാണക്കേട്. എന്ത് നാണക്കേട്? അതിന് ഞാനവിടെ വിരുന്ന് പാർക്കാൻ പോയൊന്നും അല്ലല്ലോ. നമ്മുടെ അമ്പലവയലിലെ സുമതി കുഞ്ഞമ്മയുടെ മോളില്ലേ, അതിനടുത്തല്ലേ കെട്ടിച്ചേക്കുന്നത്. അവിടം വരെ ചെന്ന കൂട്ടത്തില് ഇവിടെയും കൂടെ ഒന്ന് കേറിയിട്ട് പോകാമെന്ന മട്ടിലാ ഞാൻ അവരോട് പറഞ്ഞത്. എന്നിട്ട് കിഷോറും അപർണ എന്തു പറഞ്ഞു? എന്റെ മുരളി, ഞാൻ ഇന്നടത്തുനിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞപ്പോ അവരുടെ സന്തോഷവും സ്നേഹമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. അയ്യോയോ, സൽക്കാരം കൊണ്ട് വീർപ്പ് മുട്ടിക്കല്ലായിരുന്നോ? എന്റെ കൃഷ്ണ, കുടുംബക്കാരെന്ന് പറഞ്ഞാ നല്ല അസല് കുടുംബക്കാര്. വീടൊക്കെ ഒന്ന് കാണണം. കൊട്ടാരമല്ലേ, കൊട്ടാരം. നമ്മുടെ കാക്കത്തമ്പുരാട്ടി സീരിയലിലെ പ്രൊഫസർ സീതാലക്ഷ്മിയുടെ വീടൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല. എന്നാ അതിന്റെ വലിയ ഭാവമൊന്നും അവർക്കില്ല കേട്ടോ. നല്ല മര്യാദക്കാര് പിള്ളേര്. പക്ഷെ പയ്യനെ മാത്രം കാണാൻ പറ്റിയില്ല. എന്നാലും ഫോട്ടോ കണ്ടു കേട്ടോ. നല്ല തണ്ടും തടിയും സൗന്ദര്യമുള്ള അസൽ ആൺകുട്ടി. നമ്മുടെ മാളൂന് എല്ലാം കൊണ്ടും ചേരുന്ന പയ്യൻ. ഗ്രഹനില അമ്മയാട്ടി ചോദിച്ചതാണോ അതോ? ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഗ്രഹനില കിട്ടിയിരുന്നെങ്കിൽ കണിയാനെ കൊണ്ടൊന്ന് നോക്കിക്കായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് ആ പെങ്ങളുകുട്ടി ഓടിപ്പോയി ഗ്രഹനിലയും കൊണ്ട് തന്നു. അതും വാങ്ങി ഞാൻ അപ്പോഴേ അവിടുന്ന് ഇറങ്ങി. കാറിൽ കൊണ്ടുവിടാന്ന് അവരാകുന്നത് പറഞ്ഞതാ. 1-2 ഇടത്തൂടെ കേറാനുണ്ടെന്നും പറഞ്ഞ് ഞാൻ തഞ്ചത്തിലിങ്ങ് പോന്നു. ഷേ, അമ്മയ്ക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ നമ്മൾ അത്യാവശ്യക്കാരായിന്നല്ലേ അവർക്ക് തോന്നൂ. അങ്ങനെ തോന്നിയാൽ ഇപ്പൊ എന്താടി കുഴപ്പം? ദേ മുരളി, കാര്യം അവരായിട്ട് ഇങ്ങോട്ട് വന്ന് ആലോചിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഇപ്പൊ അവരെക്കാളും ഇങ്ങനൊരു ബന്ധം ആവശ്യമുള്ളത് നമുക്കാണെന്ന് ഓർമ്മ വേണം. പിന്നെ ഗ്രഹനില കിട്ടിയ സ്ഥിതിക്ക് ജ്യോത്സ്യരെ കൂടി ഒന്ന് കണ്ടേക്കാന്ന് കരുതി. 2 പേരുടെയും ഗ്രഹനില നോക്കിയിട്ട് കൃഷ്ണൻ കണിയാൻ പറയാ. ഇനിയിപ്പൊ നോക്കാനൊന്നുമില്ല ഇന്ദിരാമ്മയെ, കണ്ണും പൂട്ടി കല്യാണം നടത്തിക്കോളാൻ. പെണ്ണും ചെറുക്കനും തമ്മിൽ 10-ൽ 9 പൊരുത്തമാന്ന്. സത്യം പറയാലോ മുരളി, അപ്പോഴാ എന്റെ മനസ്സൊന്ന് തണുത്തത്. നിശ്ചയത്തിന് പറ്റിയ മുഹൂർത്തവും കുറിപ്പിച്ചാ ഞാൻ വന്നത്. ഈ മാസം 2 ഉണ്ട് മുഹൂർത്തം. ഏതാ എല്ലാവരുടെയും സൗകര്യം എന്ന് വെച്ചാ അത് നോക്കി അങ്ങ് ഉറപ്പിക്കാം. നിശ്ചയം ഈ മാസം തന്നെ നടത്തണോ? പിന്നല്ലാതെ. നല്ല കാര്യങ്ങളൊക്കെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നോക്കാം. ഞാൻ കിഷോറിനോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ നീ ചെയ്യും മുരളി. ദാ ഇത് സൂക്ഷിച്ചു വെച്ചോ. അതെ, മാളൂനോടൊന്ന് പറയണ്ടേ? വരുമ്പോ നീ ഒന്ന് സൂചിപ്പിക്ക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത് സൂക്ഷിച്ചു വെക്ക.